നമ്മൾ വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി ശുക്രനെ കുറിച്ചാണ് പറയുന്നത്. ശുക്രൻ ഒരു ഗ്രഹമാണ്. വ്യാഴവും ഗ്രഹമാണ്. വ്യാഴത്തിനെ ജൂപ്പിറ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയും, നമ്മൾ വ്യാഴം എന്ന് പറയും. ശുക്രൻ വീനസാണ്, അതിനെ ശുക്രൻ എന്ന് പറയും. ഗ്രീസിലും റോമിലും പ്രത്യേകിച്ച് ഭാരതത്തിലും ഇത്തരം പ്ലാനറ്റ്സും ദൈവങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. നമ്മൾ വ്യാഴത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അത് ദേവഗുരു ബൃഹസ്പതി മഹാവിഷ്ണു പ്രതീകം എന്നല്ല. ഗ്രീക്കുകാരും ഇതുപോലെ തന്നെയാണ്. ഓരോ കാര്യങ്ങൾക്കും അവർ ഇതേപോലുള്ള പ്രതീകങ്ങളെ ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ശുക്രനെ പറ്റി പറയുമ്പോൾ ശുക്രൻ അസുര ഗുരുവാണ്. ശുക്രാചാര്യർ എന്ന ഒരു സംജ്ഞയാണ് ശുക്രൻ എന്ന ഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതീയർ മനസ്സിലാക്കുന്നതും മനസ്സിലാക്കി വരുന്നതും. അപ്പം ശുക്രാചാര്യർ അസുരഗുരു ആണ്. ബൃഹസ്പതി അഥവാ വ്യാഴം ദേവഗുരുവാണ്. അപ്പം ഇങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹങ്ങൾക്ക് ദൈവിക പരിവേഷം നൽകുക അല്ലെങ്കിൽ ദൈവങ്ങളുമായി ഇതിനെ ബന്ധപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് കാലാകാലമായിട്ട് നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണ് പുരാണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ശുക്രനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ശുക്രനെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെല്ലാം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആർക്കെങ്കിലും ഒരു ഗുണം വന്നാൽ അവന് ശുക്രനാണ്. അയാൾക്കൊരു ലോട്ടറി കിട്ടിയാൽ ശുക്രനാണ്. എല്ലാത്തിനും ശുക്രൻ ഒരു കൂട്ടുകാരനാണ് നന്മയ്ക്ക്. അത് ഏറെക്കുറെ ശരിയാണ്. എല്ലാ രീതിയിൽ നോക്കിയാലും ശുക്രൻ ഇപ്പോൾ ചാരവശാൽ അഷ്ടമത്തിലും 12ലും ഏത് ഗ്രഹം നിന്നാലും ആ ഗ്രഹം ഗുണം തരാത്തതാണ്. പക്ഷേ ശുക്രൻ ഗുണം തരും. ചന്ദ്രാല് കൂറിനെ ആസ്പദമാക്കി ശുക്രൻ ആകെ ദോഷം വരുന്നത് 6, 7, 10 സ്ഥാനത്ത് മാത്രമാണ്. അല്ലാത്ത ഏത് സ്ഥാനത്ത് 12ലും 8ലും നിന്നാൽ അവൻ ഗുണം തരികയാണ്. അതാണ് ശുക്രനുള്ള പ്രത്യേകത. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ശുക്രാചാര്യർ എന്ന് വരുമ്പോൾ വകുപ്പ് മാറും. ശുക്രാചാര്യരുടെ കയ്യിൽ എല്ലാം ഉണ്ട്. ശുക്രാചാര്യർ അല്പസ്വല്പം മദ്യപിക്കും, അതുപോലെ സുഖഭോഗങ്ങളുടെ പ്രയോക്താവാണ്. എല്ലാ രീതിയിലുള്ള വിക്രിയകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം സർവശക്തനാണ്. അതാണ് ശുക്രാചാര്യരുടെ പ്രത്യേകത. അദ്ദേഹം അസുരന്മാരെ പല രീതിയിൽ രക്ഷിച്ചിട്ടുണ്ട്. ദേവന്മാർക്ക് ഒന്ന് തള്ളുന്ന അസുരന്മാർക്ക് മൃതസജീവനി തളിച്ച് അവരെ ഉണർത്തും. മൃത്യുഞ്ജയ മന്ത്രം ശിവന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ മൃതസജീവനിയും ശിവന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സമ്പാദിച്ചത്. അങ്ങനെ ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം ശുക്രാചാര്യര് ഒരു വല്ലാത്ത ശല്യമായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ശുക്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശിവനെടുത്ത് വിഴുങ്ങിയതും ഉദരത്തിൽ ചെന്ന് മൂത്രത്തിലൂടെ പുറത്തു വന്ന് മൃത്യുഞ്ജയ മന്ത്രം കയ്യിലാക്കിയതുള്ള കഥകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പോകാം. ശുക്രന് ബന്ധുക്കൾ ബുധനും ശനിയും ബന്ധുക്കളാണെങ്കിൽ ശത്രുക്കൾ രവിയും ചന്ദ്രനുമാണ്. സമന്മാരാണെങ്കിൽ അത് വ്യാഴമാണ്. വ്യാഴത്തിന് ശത്രുതയുണ്ട് ശുക്രനെങ്കിലും ശുക്രന് വ്യാഴൻ സമനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. വ്യാഴത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഏറ്റവും സ്വാത്വികൻ വ്യാഴമാണ് സകലതിനെയും നിയന്ത്രിക്കുന്നതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെങ്കിലും വ്യാഴത്തിൻ്റെ 3/4 പങ്ക് ഫലം ശുക്രനുണ്ട്. വ്യാഴത്തെ പോലെ തന്നെ ഫലദാതാവ്. ദൃഷ്ടി കൊണ്ടും മറ്റ് കാര്യം കൊണ്ടും എല്ലാം കൊണ്ടും ശുക്രൻ വ്യാഴത്തിൻ്റെ 3/4 ഭാഗം ബലവാനാണ്. ഏത് രാശിയിൽ നിന്നാലും അതിന് ബലം നൽകും എന്നുള്ളതാണ് ശുക്രൻ്റെ പ്രത്യേകത. ഏത് രാശിയിൽ നിന്നാലും ശത്രുമിത്ര ഭേദമില്ല. ശുക്രൻ ശത്രുമിത്ര ഭേദമില്ലാതെയാണ് ഗുണം തരുന്നത്.
പക്ഷെ കേന്ദ്രാധിപത്യ ദോഷമുണ്ട് വ്യാഴത്തിനെ പോലെ. 4, 7, 10 ആധിപത്യം വന്നാൽ കേന്ദ്രാധിപത്യ ദോഷം വരും. പക്ഷെ ത്രികോണാധിപത്യം എന്ന് വെച്ചാൽ 5ന്റെയും 9ന്റെയും ആധിപത്യം വന്നാൽ അത് വളരെ നല്ലതാണ്. കേന്ദ്രാധിപത്യ ദോഷം ഉണ്ട് എങ്കിലും ത്രികോണാധിപത്യം വന്നാൽ ആ കേന്ദ്രാധിപത്യ ദോഷം കത്തി നശിച്ച് ശുക്രൻ ഫലദാതാവാകും. മകരം, കുംഭം ലഗ്നത്തിന് അങ്ങനെ സംഭവിക്കും. അവർക്ക് കേന്ദ്രാധിപത്യ ദോഷമുണ്ട്, ത്രികോണാധിപത്യമുണ്ട്. ആ ശുക്രൻ 14 നമുക്ക് ഗുണങ്ങൾ തരുന്നതായിട്ട് കാണാം. അതാണ് ശുക്രന്റെ ഒരു പ്രത്യേകത. കേന്ദ്രാധിപത്യ ദോഷം വന്നാലും ത്രികോണാധിപത്യം വന്നാൽ അത് ഗുണം തരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മമായ പഠനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 1, 4, 7, 10 ഭാവങ്ങളിൽ അത് പൂർണ്ണ ഫലം തരുന്നു. ഈ 1 എന്ന് പറഞ്ഞാൽ ലഗ്നഭാവത്തിലോ 4, 7, 10 മുതലായ സ്ഥലത്തെല്ലാം ശുക്രൻ നിന്നാൽ അത് പൂർണ്ണ ഫലം ആണ് തരുന്നത്. കേന്ദ്രസ്ഥാനത്തെ ശുക്രനോട് കൂടി മറ്റ് ഗ്രഹങ്ങൾ നിന്നാൽ, കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രനോട് കൂടി മറ്റ് ഗ്രഹങ്ങൾ ആരെങ്കിലും ചേർന്നാൽ ആ ശുക്രന്റെ ഫലം കുറയുന്നു എന്നുള്ളൊരു വ്യത്യാസവും നമ്മൾ അറിഞ്ഞിരിക്കണം. കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ലഗ്നം 4, 7, 10 മുതലായ സ്ഥലത്ത് ശുക്രൻ ബലവാനായി നിന്നാൽ പോലും മറ്റ് ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൂട്ടവിടെ വന്നാൽ അവൻ്റെ ബലം കുറയുന്നു. അതേ സ്ഥാനത്ത് 5, 9 ആണ് ത്രികോണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അവിടെ ശുക്രൻ ഒറ്റയ്ക്ക് നിന്നാൽ ബലവാനല്ല. അതാണ് ഇതിൻ്റെ വിരോധാഭാസം. അതാണ്, അവിടെ ഒറ്റയ്ക്ക് നിന്നാൽ ഇവൻ ബലവാനല്ലാതായിത്തീരുന്നു. അവിടെ മറ്റ് ഗ്രഹങ്ങളുടെ സാമീപ്യം വന്നാൽ മാത്രമേ ഇവന് ബലമുള്ളൂ. ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ടേ നമ്മൾ പെരുമാറാവും. ചോദ്യങ്ങൾ ചോദിക്കരുത്. എൻ്റെ അങ്ങനെ നിൽപ്പണ്ടല്ലോ, ഇങ്ങനെ നിൽക്കണമല്ലോ എന്നൊക്കെ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും പറയുന്നത് വാട്സപ്പിലൂടെ വരുന്നതാണെങ്കിൽ മറുപടി പറയും. ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇമെയിലിലൂടെ ചോദിച്ചാലും മറുപടി പറയാൻ പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ ഫോണിലൂടെ ചോദിക്കുക. അത് മാത്രമേ മറുപടി പറയാൻ പറ്റുള്ളൂ. ശുക്രന്റെ ബലം ശുക്രന്റെ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ചയും അതുപോലെ ചന്ദ്രനുമൊത്ത് നിൽക്കുമ്പോഴും രവിക്ക് മുന്നിൽ നിൽക്കുമ്പോഴും ശുക്രന് ബലം കൂടും. വക്രത്തിൽ പോകുമ്പോൾ ശുക്രന് ബലമുണ്ട്. അപ്പോൾ വക്രത്തിൽ പോകുന്ന സമയത്തും ഇയാൾക്ക് ബലമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മൗഢ്യം വന്നാൽ സാധാരണഗതിയിൽ വിവാഹാദി കാര്യങ്ങൾ, രതികര മുതലായവയിൽ താല്പര്യക്കുറവ് വരുമെന്നല്ലാതെ പാണ്ഡിത്യം, അറിവ്, അതുപോലെ വലിയ സ്ഥാനമാനങ്ങൾ, സന്യാസി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശുക്രന് മൗഢ്യം വന്നാൽ ഉണ്ടാകാറുണ്ട്. അവർ വലിയ അറിവുള്ള ആളായിരിക്കും, സ്വാത്വികരായിരിക്കും, അവർക്ക് അവരുടേതായ ഒരു പ്രതാപം ഉണ്ടാവും. പക്ഷേ വിവാഹാദി കാര്യങ്ങളിൽ അവർ ഫെയിലിയർ ആയിരിക്കും. ഗൗഡസാരസ്വത വിഭാഗം അവരുടെ സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സന്യാസിമാരെ തിരഞ്ഞെടുക്കുന്നത് ജാതകം പരിശോധിച്ചിട്ടാണ്. ജാതകം പരിശോധിച്ചിട്ട് എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ സന്യാസിമാർ ഇന്നത്തെ സന്യാസിമാരെ പോലെ ആയിത്തീരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ജാതകം പരിശോധിക്കുന്നത്. ശുക്രനെ മൗഢ്യമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇതാണ് ശുക്രനെക്കുറിച്ച് ഒരുപാട് വളരെ സുഖകരമായി, രസകരമായി ഒരുപാട് കഥകൾ പറയാം. ശുക്രാചാര്യരെ പരാജയപ്പെടുത്താൻ വേണ്ടി ദേവന്മാർ ചെയ്ത വേലത്തരങ്ങൾ നമുക്ക് കഥകളായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊന്നും ഈ എപ്പിസോഡിൽ പ്രയോജനപ്പെടില്ല. അത് നമുക്ക് കാര്യങ്ങളാണ് അറിയേണ്ടത്. ശുക്രൻ എന്നുള്ള ഗ്രഹം അത് എങ്ങനെ വർത്തിക്കുന്നു, എങ്ങനെ നമ്മുടെ ഗ്രഹനിലയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ശുക്രൻ നമുക്ക് ഓരോ രാശിയിലും നിന്നാലുള്ള കാര്യത്തിലേക്ക് പോകാം. വേഗം പോവാം. മേടൻ രാശിയിൽ നിന്നാൽ അത് ചൊവ്വയുടെ രാശിയല്ലേ, അത്ര നല്ലതല്ല. പരസ്ത്രീ പ്രസക്തി.
ചീട്ടുകളി, അതുപോലെ മദ്യാസക്തി എന്ന് വേണ്ട പല കാര്യങ്ങളിലും സ്ത്രീ ആയാലും പുരുഷനായാലും ഇത്തരത്തിലുള്ള സ്വഭാവഗതികൾ ശുക്രൻ കൊണ്ടുവരുന്നു. മേടത്തിൽ നിൽക്കുന്ന ശുക്രൻ. അപ്പോൾ ഈ മേടത്തിൽ നിൽക്കുന്ന ശുക്രനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ദോഷവശങ്ങളും എന്നാൽ ഗുണവശങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദോഷവശങ്ങളാണ് അതിൽ കൂടുതലുള്ളത്. ഇടവം അയാളുടെ സ്വക്ഷേത്രമാണ്. ശുക്രൻ്റെ സ്വക്ഷേത്രമാണ് ഇടവം. ഇടവത്തിൽ നിന്നാൽ ധനം, ഐശ്വര്യം, പ്രതാപം, സൗന്ദര്യം, അതുപോലെ ഭൂമിലാഭം, വാഹനലാഭം, സ്വർണം, അതുപോലെ തുണി, ഔഷധം മുതലായവയുടെ വ്യാപാരം, തന്നെയെല്ലാം നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവ്, ഇതെല്ലാം ഇടവത്തിലെ ശുക്രൻ നമുക്ക് തരുന്നു. മിഥുനത്തിലെ ശുക്രൻ ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. ആ മിഥുനത്തിലെ ശുക്രനെ സംബന്ധിച്ചിടത്തോളം അറിവ്, കണക്ക് ശാസ്ത്രത്തിൽ പ്രിയം, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ജഡ്ജി, മജിസ്ട്രേറ്റ്, അധ്യാപകൻ, അതുപോലെ നല്ല പ്രസംഗ കലയിൽ ബിരുദ്, നല്ല സംഗീതജ്ഞൻ, നല്ല പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി എന്നുള്ള അവസ്ഥയിലെല്ലാം മിഥുനത്തിലെ ശുക്രൻ നമുക്ക് ഫലദാനം ചെയ്യുന്നു. എപ്പോഴും നല്ലതാണ് വരുന്നത്. അപൂർവം ചില സ്ഥലത്ത് മാത്രമേ കുഴപ്പങ്ങൾ വരുന്നുള്ളൂ. ഇനി കർക്കിടകൻ ചന്ദ്രൻ്റെ ക്ഷേത്രമാണ്. ആ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ഗർവ്, അഹങ്കാരം, ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് കയറ്റിറക്കങ്ങൾ, അതുപോലെ വാക്കുകൾ വളരെ സുന്ദരമാണെങ്കിലും അകമേ വന്യജീവി സമാനമായിരിക്കും. വാക്കുകൊണ്ട് പലരെയും നാക്കുകൊണ്ട് പോക്കറ്റടിക്കും. എന്നിരുന്നാൽ പോലും അതിനകത്തെല്ലാം കളങ്കം ഉണ്ടാകുക. ചന്ദ്രനിൽ കളങ്കമുണ്ട പോലെ ആ പ്രവൃത്തികളിലെല്ലാം ചില കളങ്കങ്ങൾ വന്ന് പെടുക എന്നുള്ളത് കർക്കിടകത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ സ്വഭാവമാണ്. ചിങ്ങത്തിലെ ശുക്രൻ നല്ലതല്ല. സ്ത്രീപ്രിയത്വം അല്ലെങ്കിൽ പുരുഷപ്രിയത്വം, വഞ്ചന, ചതി, ധനാപഹരണം, വാക്ക് പാലിക്കാതിരിക്കുക, കൃത്യനിഷ്ഠയില്ലാതിരിക്കുക മുതലായ അനേകം ദോഷങ്ങൾ ചിങ്ങത്തിലെ ശുക്രൻ കൊണ്ടുവരുമെങ്കിലും അവർ തൻ്റെടികളും ജനനേതാക്കന്മാരും അല്ലെങ്കിൽ ജനപ്രിയന്മാരും അവർ ആ രീതിയിലെല്ലാം ജനങ്ങളുടെ മുന്നിൽ ശോഭിക്കുന്നവരും ആയിത്തീരുന്നു. കന്നിയിലെ ശുക്രൻ, കന്നി നീചക്ഷേത്രമാണ്. ശുക്രൻ്റെ നീചക്ഷേത്രമാണ്. അത് ഉച്ചക്ഷേത്രം മീനമാണ്, അതിൻ്റെ ഏഴാണ് കന്നി. നീചക്ഷേത്രത്തിൽ നിന്നാൽ സാധാരണഗതിയിൽ അവർ ഈ പറയുന്ന രീതിയിൽ കണക്ക്, അതുപോലെ വലിയ വായനാശീലം, പ്രസംഗകല എല്ലാം ഉണ്ടാകും. എങ്കിലും അവരുടെ പ്രവൃത്തികളിൽ എവിടെയോ പാളിച്ചകളുണ്ടാവും. ആ പാളിച്ചകൾ ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്ത്രീ വിഷയത്തിലാകാം, അല്ലെങ്കിൽ പുരുഷ വിഷയത്തിലാകാം, ധനപരമായ കാര്യങ്ങളിലാകാം. ഇതുപോലെ ഒരുപാട് പ്രത്യേകതകൾ ആ നീചനായ ശുക്രൻ അവിടെ കൊണ്ടുവരും കന്നിയിൽ. പക്ഷെ നീചഭംഗ രാജയോഗം വന്നാൽ സ്ഥിതിഗതി മറിച്ചും വരും. തുലാത്തിലെ ശുക്രനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വക്ഷേത്രമാണ്. അത് ഭരണ നൈപുണ്യം, അധ്യാപക വൃത്തി, വക്കീൽ പണി, ഉന്നതമായ കച്ചവടം, പ്രത്യേകിച്ച് സ്വർണ്ണ വ്യാപാരം. സ്വർണം ശുക്രന് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ്. വസ്ത്രവ്യാപാരം, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഹോട്ടൽ നടത്തിപ്പ്, ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള പ്രത്യേക ബിരുദ്, അതിഥി സൽക്കാരം, ദേവബ്രാഹ്മണ ഭക്തി, ക്ഷേത്രങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ ഭരണം, വക്കീൽ പണി, ജഡ്ജി എന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങൾ ആ തുലാത്തിലെ ശുക്രൻ തരുന്നു. വൃശ്ചികം ചൊവ്വയുടെ ക്ഷേത്രമാണ്. ആ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ ശുക്രൻ നിന്നാൽ അവിടെ അവരുടെ മാനസിക വ്യാപാരം ശരിയല്ലാത്ത രീതിയിലായിരിക്കും. അവർ ജനവഞ്ചകരോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അപ്രിയരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരോ കിടിലബുദ്ധികളോ അവരുടെ ഭാര്യമാർ അവരുടേതായ വഴിയിൽ നടക്കുകയും
ഭർത്താവിനോട് വലിയ ബഹുമാനം കാണിക്കാതിരിക്കുകയും അതുപോലെ മറിച്ചും സംഭവിക്കുന്ന ഒരവസ്ഥ വൃശ്ചികത്തിലെ ശുക്രൻ കൊണ്ടുവരുന്നു. ധനുവിലെ ശുക്രൻ വളരെ വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. വ്യാഴത്തിനോട് മമതയില്ല ശുക്രന്. വ്യാഴത്തിന് ശുക്രനോട് ശത്രുതയുണ്ടെങ്കിൽ പോലും ധനുവിലെ ശുക്രൻ ഉന്നത വിദ്യാഭ്യാസം, സ്ഥാനമാനം, അധികാരം, സത്യസന്ധത, ദേവബ്രാഹ്മണ ഭക്തി, ക്ഷേത്രകാര്യങ്ങളുടെ ഭരണം, ക്ഷേത്രവിശ്വാസം, ദൈവവിശ്വാസം, സമുദായ മധ്യത്തിൽ ഉന്നതമായ സ്ഥാനം മുതലായ അനേകം ഗുണങ്ങൾ തരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. കുംഭം അത് ശനിയുടെ ക്ഷേത്രമാണ്. ശനിയുടെ ക്ഷേത്രത്തിൽ വരുന്ന ധനു കഴിഞ്ഞാൽ കുംഭമല്ല, മകരം ശനിയുടെ ക്ഷേത്രമാണ്. ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നതായ ശുക്രൻ പ്രേമം, അന്യസ്ത്രീ പ്രസക്തി, അന്യപുരുഷ പ്രസക്തി, തന്നേക്കാൾ പ്രായക്കൂടുതലുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ, കൊടുക്കൽ വാങ്ങലുകളിൽ സ്ഥിരതയില്ലായ്മ, ഔദ്യോഗികമായി കയറ്റിറക്കങ്ങളുണ്ടാകുക, ജോലി നഷ്ടപ്പെടുക, വിദേശയാത്ര പോവുക, അവിടെയും ശരിയാകാതെ തിരിച്ച് നാട്ടിലേക്ക് വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ ആ മകരത്തിലെ ശുക്രൻ ഉണ്ടാക്കി തീർക്കുന്നു. കുംഭത്തിലെ ശുക്രൻ, കുംഭം ശനിയുടെ ക്ഷേത്രമാണ്. ആ കുംഭത്തിലെ ശുക്രൻ മദ്യാസക്തി, ചീട്ടുകളി, അതുപോലെ മറ്റ് പല വഞ്ചന സ്വഭാവങ്ങൾ, വാക്കിന് വ്യവസ്ഥയില്ലാതിരിക്കുക, അനുനയമല്ലാതെ പെരുമാറുക, രൂക്ഷമായ വാക്കുകൾ പറയുക മുതലായ കാര്യങ്ങൾ കുംഭത്തിലെ ശുക്രൻ കൊണ്ടുവരുന്നു. ഇവിടെയെല്ലാം ഒരു കാര്യം കൂടി ഓർക്കണം. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടേക്ക് സൽ ഗ്രഹങ്ങളുടെ ദൃഷ്ടി വന്നാൽ സ്ഥിതിഗതിക്ക് മാറ്റം ഉണ്ടാകും. ഇതൊന്നും അവസാന വാക്കല്ല ഈ പറയുന്നത്. ഓരോ കാര്യത്തിൽ ഒരു മനുഷ്യനിൽ അനേക ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും എന്നതുപോലെ ഒരു ജാതകത്തിൽ നമുക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മീനം ശുക്രൻ്റെ ഉച്ചക്ഷേത്രമാണ്. ആ ഉച്ചക്ഷേത്രത്തിൽ, അതും വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ ആ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് മീനത്തിൽ നിൽക്കുന്ന ശുക്രൻ എല്ലാ സൗഭാഗ്യാതിശയങ്ങളും, വീട്, വാഹനം, വിദേശയാത്ര, ധനലാഭം, സ്വർണലാഭം, നല്ല ഭാര്യ, നല്ല സന്താനങ്ങൾ അവരുടെ വിദ്യ കൊണ്ടും അവരുടെ ഉദ്യോഗ പവർ കൊണ്ടും മാതാപിതാക്കളുടെ പേരുകൾ എല്ലായിടത്തും പ്രസരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങൾ മീനത്തിലെ ശുക്രൻ നമുക്ക് തരുന്നു. ഇതാണ് മേടം മുതൽ മീനം വരെ ശുക്രൻ ഓരോ രാശിയിലും നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ. ഇനി ശുക്രനെ സംബന്ധിച്ച്, ശുക്രൻ യോഗങ്ങളുടെ ദാതാവാണ്. അയാൾ തരുന്ന പ്രധാന യോഗം മാളവ്യയോഗമാണ്. ശുക്രൻ ലഗ്നകേന്ദ്രത്തിൽ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ മാളവ്യയോഗം വരുന്നു. മാളവ്യയോഗം പഞ്ചമഹാപുരുഷ യോഗമാണ്. ആ യോഗമുള്ള ആളുകൾ സുന്ദരന്മാരും കലാകാരന്മാരും സ്ത്രീകളുടെ ചേഷ്ടകളെ അനുകരിക്കുന്നവരും അവർ ദീർഘായുസ്സുള്ളവരും. ഒരുപാട് ഗുണങ്ങളുണ്ട്, കുറച്ച് ഗുണങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ശുക്രൻ അമലായോഗത്തിന് കൂട്ടുപിടിക്കും. ലഗ്നാൽ 10 ശുക്രൻ അമലായോഗം വന്നു. അതുപോലെ സുരഭായോഗത്തിന് പങ്കാളിയാണ്. അനഭ യോഗത്തിന് കാരണക്കാരനാണ്. സുരദുരായോഗത്തിന് കാരണക്കാരനാണ്. ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നിന്നാൽ ശരഭയോഗത്തിന് കാരണക്കാരനാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് യോഗങ്ങൾ ശുക്രൻ തരുന്നു. ആയുസ്സും സന്തോഷവും ഗതികലയിൽ താല്പര്യവും മദ്യാസക്തിയും, അതുപോലെ നല്ലതും ചീത്തയും ഉണ്ട്. എന്തെല്ലാം ആണെങ്കിലും ശുക്രൻ പ്ലസൻ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശുക്രൻ്റെ ദൈവമാരാണ്? ഗണപതിയും ഭഗവതിയുമാണ്. ശുക്രൻ്റെ ആഴ്ച വെള്ളിയാഴ്ചയാണ്. ശുക്രാചാര്യരുടെ ജനനം തന്നെ പൂരാടം നക്ഷത്രത്തിൽ ഒരു വെള്ളിയാഴ്ചയാണെന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദിവസം വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസം അയാൾ ബലവാനാണ്. ഇനി
ശുക്രാചാര്യരെ കുറിച്ചും ശുക്രനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞു. മൃത്യുഞ്ജയ മന്ത്രം നമുക്കിവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും മൃത്യുഞ്ജയ മന്ത്രം വളരെ പ്രധാനമാണ്. നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ കോൺഫിഡൻസിനും മറ്റ് മൃത്യുവിനെ പോലും ഓടിക്കുന്ന ഒരു മന്ത്രമാണ്. അത് ശിവനിൽ നിന്ന് സമ്പാദിച്ചതാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. മൃത്യുഞ്ജയ മന്ത്രത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വാക്ക് പറയാം. എങ്ങനെയാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കേണ്ടത്? അതിൻ്റെ ഛന്ദസ് ആദ്യം ഓം ഹൗ ഓം ജും ഓം സ ഓം വ ഓം സ്വ ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാം മൃത്യോമുക്ഷ്യാമാമൃത്. അത് കഴിഞ്ഞാൽ ഓം സ ഓം ഭുവ ഓം ഭൂം ഓം ജും ഓം ഹൗം ഓം എന്നുകൂടി ജപിച്ചാൽ മാത്രമേ അതിന് പൂർണ്ണ ഫലം കിട്ടൂ. ഇതാണ് മൃത്യുഞ്ജയം മന്ത്രം. അത് ശുക്രന്റെ കയ്യിലിരിക്കുന്ന സാധനമാണ്. അദ്ദേഹം ശിവനിൽ നിന്ന് തട്ടിയെടുത്തതാണ്. ഇനി മൃതസഞ്ജീവനി മന്ത്രമുണ്ട്, അത് അതിലും വലിയ മന്ത്രമാണ്. അത് ഇതുപോലെ തന്നെയാണ്. അതും ജപിക്കാൻ നമുക്ക് വളരെ സൂക്ഷിച്ചു വേണം. അതിങ്ങനെയാണ് വരുന്നത്, ഓർമ്മയിൽ നിന്നെടുത്താണ് പറയുന്നത്. ഓം ജും സ ഇം സൗ സജീവനി മമ ഗ്രന്ഥി പ്രാണം കുരു കുരു സോഹം സാം ഈം സം ജും അമൃതോം നമശിവായ എന്നുള്ളതാണ് ആ മന്ത്രം. ഈ മന്ത്രമെല്ലാം വളരെ സൂക്ഷിച്ച് മാത്രം നമ്മൾ ജപിക്കേണ്ടതാണ്. മൃതസഞ്ജീവനി മന്ത്രം എല്ലാ രോഗദുരിതങ്ങളെയും എല്ലാ അസ്ഖ്യതകളെയും അകറ്റുന്നു. മൃത്യുഞ്ജയ മന്ത്രം മരണത്തെ പോലും വെല്ലുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശുക്രന്റെ സ്തോത്രം ഇനി എന്താണ്? നവഗ്രഹ സ്തോത്രത്തിലെ ശുക്രന്റെ സ്തോത്രം ഹിമകുന്ന മൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരാം ഭാർഗവം പ്രണമാമ്യഹം. ഈ മന്ത്രമാണ്. അപ്പം ശുക്രന് എന്തെങ്കിലും ദോഷങ്ങൾ വരിക, നീചം വരിക, അല്ലെങ്കിൽ ദുസ്ഥാനത്ത് നിൽക്കുക, അങ്ങനെയെല്ലാം വരുന്ന സമയത്ത് നമുക്ക് ഈ മന്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാം. അത് ശുക്രൻ്റെ ഈ നവഗ്രഹ സ്തോത്രം ഉപയോഗിക്കാം, വേണമെങ്കിൽ മൃതസഞ്ജീവനി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം ഉപയോഗിക്കാം. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ ശുക്രനെ കൊണ്ട് എന്തെങ്കിലും കാര്യഗൗരവമായ ആപത്തുകളോ മാരകത്വമോ മരണതുല്യമായ കാര്യങ്ങളോ വരുമ്പോഴാണ്. മൃതസഞ്ജീവനി സാധാരണ രീതിയിൽ രോഗാവസ്ഥ വരുമ്പോഴായിരിക്കാം നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അതെല്ലാം വളരെ പ്രയോജനപ്രദമാണ്. ശുക്രൻ വിളിച്ചാൽ വിളി കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശുക്രനും വ്യാഴവും തമ്മിൽ അന്തരമുണ്ട്. വ്യാഴം സ്വാത്വികനാണ്, ശുക്രൻ സ്വാത്വികനല്ല. ശുഭഗ്രഹമാണ്, പക്ഷേ സ്വാത്വിക സ്വഭാവമല്ല ശുക്രൻ്റെ കയ്യിലുള്ളത്. ശുക്രൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. മദ്യം കഴിക്കും, സുരപാനമുണ്ട്, അതുപോലെ മറ്റ് പല ഈ എപ്പിസോഡിൽ ഇവിടെ പറയാൻ പറ്റാത്ത ഒരുപാട് കഥകൾ ശുക്രനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും, ശുക്രാചാര്യരെ കുറിച്ച് പറയേണ്ടതുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞ് ഇത് വീർപ്പിക്കുന്നില്ല. ശുക്രനെ കുറിച്ച് ഏകദേശ ഒരു ചിത്രം ഇവിടെ വരച്ചിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം എല്ലാ ബുധനാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും. നന്ദിയോടെ നിങ്ങളോട് നമസ്കാരത്തോടെ വിട പറയുന്നു.